സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങി നടക്കുമ്പം മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതി വന്നത്. പിന്നെ ആൾക്കാർ വരും, പലരും സുഹൃത്തുക്കളായിട്ട് കിട്ടുന്നുണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നെല്ലാം ഇപ്പം ടൂർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ സ്കൂളുകൾ, കോളേജുകൾ അവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. നമസ്കാരം. ഞാൻ 80കളിലും 90കളിലും 2000-ൻ്റെ പകുതി വരെയൊക്കെ ധാരാളമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുമായിരുന്നു. അത് കുറേ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഹൈദരാബാദിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ വിദ്യാഭ്യാസാർത്ഥം പോയി മാസങ്ങളോളം നിന്ന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടക്കുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഫ്രണ്ട്, അന്ന് സ്ലീപ്പർ ക്ലാസ്സിലാണ് യാത്ര, പൈസയില്ല, വിമാനത്തിൽ നിന്നും കയറാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ട്രെയിനിൻ്റെ സൈഡിലെ 2 അഴികളിൽ, പുറത്തേക്കുള്ള വാതിലിൻ്റെ സൈഡിലത്തെ 2 കമ്പികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും. കാരണം ഈ വരണ്ട ഭൂമിയിൽ നിന്ന് തുടർച്ചയായിട്ട് മധ്യപ്രദേശും ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഒക്കെ കണ്ടിട്ട് വന്ന് കേരളത്തിലേക്ക് കയറുമ്പോൾ ഒരു പച്ച കൂടാരത്തിലേക്ക് കയറുന്ന ഒരു പ്രതീതിയുണ്ട്. ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യം, പിന്നെ രാവിലെ കേരള എക്സ്പ്രസ്സിൽ രാവിലെ വരികയാണെങ്കിൽ പാലക്കാട് നല്ല ദോശയും എരിവുള്ള ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും കിട്ടും. കുറേ കാലം ഈ കടല ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് വന്ന് തേങ്ങാ ചമ്മന്തി കൂട്ടുമ്പോഴത്തെ ഒരു ആവേശം വേറെയാണ്. ഉച്ചയ്ക്കാണെങ്കിൽ അവിടെ മീൻകറി കൂട്ടിയുള്ള ഊണ് പൊതിയായിട്ട് കിട്ടും. അപ്പോൾ പാലക്കാട് എന്തുകൊണ്ടും നമ്മുടെ ഒരു എന്താണ് ഒരു 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 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കൽ കേരളത്തിലേക്ക് കടക്കുമ്പോൾ ഈ ട്രെയിനിൻ്റെ കൂവൽ കേട്ട് അടുത്തുള്ള ഒരു മരക്കൂട്ടത്തിൽ നിന്ന് ഒരു 10-25 തത്ത ഒരുമിച്ച് പറന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാൻ അതാണ് ഓർക്കുക. കാരണം ഈ തത്തകൾ ഇങ്ങനെ ഒരു പച്ച ഒരു ഷോളോ അല്ലെങ്കിൽ ഒരു സാരിയോ ഒക്കെ പറന്നു പോകുന്ന പോലെയാണ് ആകാശത്തൂടെ പറന്നങ്ങ് പോകുന്നത്. നമ്മൾ ട്രെയിനിൽ പോവുകയാണ്. ചില കാര്യങ്ങൾ കൂടുതൽ കണ്ടാൽ ഓവറായി പോകും, അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞാൽ ഓവറായി പോകും. ഇത് എനിക്ക് തോന്നുന്ന ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പക്ഷികൾ ഇങ്ങനെ പോവുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലിംസാണ് കിട്ടുന്നത്, ഒരു നിമിഷക്കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ചയുടെ ഒരു സന്തോഷം വളരെ വലുതാണ്. ഇതിപ്പോൾ പറയാൻ കാര്യം, കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ ചെറിയാൻ മാത്യു അദ്ദേഹം ചേർന്ന് ഒരു കാട് കാണാൻ പോയി. ഞങ്ങളോടൊപ്പം ക്യാമറമാൻ സന്തോഷ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടി അരുണും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. കിളിമാനൂരാണ്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് അധികം ദൂരെയല്ല, ഒരു 10-40 കിലോമീറ്ററേ ഉള്ളൂ. ടൗണിൽ നിന്ന് ഒരു ശകലം അകത്തോട്ട് കയറിയാണ് ഈ സ്ഥലം. 2 കിലോമീറ്ററൊക്കെ അകത്തോട്ട് പോയാൽ മതിയാവും. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ ശ്രീ ശശിധര കുറുപ്പ് എന്ന ആൾ വളർത്തിയിരിക്കുന്ന ഒരു കാടാണ്. 14 ഏക്കറിലാണ് ഈ കാട് പരന്ന് കിടക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്വാഭാവികമായ മരങ്ങളെ മുഴുവൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിദേശ സസ്യങ്ങൾ, പഴമുണ്ടാകുന്ന വിദേശ സസ്യങ്ങൾ, റംബുട്ടാൻ, പീനട്ട് ഫ്രൂട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പീനട്ട് ഫ്രൂട്ട് ചെടിയുടെ ഒരു കൂടാരം പോലെ 4 എണ്ണം വളർന്നു നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു 10-30 മൈനകൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച കണ്ടു. അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. കാരണം നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ഇത്രയും പക്ഷികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിൽ പക്ഷി ഉണ്ടെന്നേ പ്രതീക്ഷിക്കുന്നില്ല. അത് തണൽ 11 മണി സമയമാണ് ഇത് ഞങ്ങൾ ചെല്ലുന്ന സമയം. അപ്പോൾ ആ കാടിനുള്ളിൽ വളരെ സന്തോഷമായിട്ടിരുന്ന് പഴം തിന്നുന്ന പക്ഷികളാണ്. പെട്ടെന്ന് ഞങ്ങളെ കണ്ട് പേടിച്ച് പുറത്തേക്ക് വന്നതാണ്. നമുക്ക് കാണുന്നതിന് പൂർണ്ണമായിട്ടൊന്ന് ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ അത് പറന്നുപോയി. പക്ഷെ അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച മാത്രമല്ല, അവിടെ മുഴുവൻ കാഴ്ചകളാണ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം സൃഷ്ടിച്ച മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് ശശിധര കുറുപ്പ് എന്നാണ്. ബാക്കി നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ ഈയിടെ ഒരു ചാനലിൽ കണ്ടൊരു വീഡിയോയിലൂടെയാണ് സാറിനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഇവിടെ വന്ന് സാറിൻ്റെ ഈ 14 ഏക്കർ കണ്ടു. സാർ ചെയ്യുന്ന സേവനം സാറിന് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇതിൻ്റെ ഒരു വലിപ്പം. കാരണം ഇപ്പോൾ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടുത്തെ കാർബൺ ക്രെഡിറ്റിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. ഞാനത് അടുത്ത് തന്നെ ആരെക്കൊണ്ടെങ്കിലും അതിനിപ്പോൾ സാറ്റലൈറ്റ് മെത്തേഡൊക്കെ ഉണ്ട് കണക്കൂട്ടാൻ, ഒന്ന് കണക്കൂട്ടി നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 ഏക്കറിൽ നമ്മുടെ നാടൻ ചെടികളെല്ലാം ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് സാധനം കണ്ടു. കടങ്ങൽ, മറ്റേ ചെറിയ നമ്മുടെ ഈ പാണൽ, അതുപോലെ കൊട്ടങ്ങ, അങ്ങനെയുള്ള തൊട്ട് കാവളവും തൊണ്ടിയും ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതും, സമുദ്രക്കായും. അപ്പോൾ ഇത് കുറേ ഇവിടെ തന്നെ വളർന്നു. പിന്നെ കുറേ ആധുനിക പഴങ്ങൾ ഇതിനിടയ്ക്ക് തന്നെ സാർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിക്കായിട്ടൊന്നും വെട്ടിത്തെളിച്ചിട്ടില്ല, എല്ലാം ഈ ഇതിനിടയ്ക്ക് തന്നെയാണ് തന്നെ കൂടി നിൽക്കുക. കൃഷി ഒരു പരിധി വരെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. മറ്റേ വനം, വൃക്ഷങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ലക്ഷ്യം. മൃഗങ്ങളും ഉണ്ടായിരുന്നു, അത് താൽക്കാലികമായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. പല ജാതി മൃഗങ്ങളും പലജാതി വൃക്ഷങ്ങളും പലജാതി ഔഷധ സസ്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അല്ല സാർ ഇതിലോട്ട് എങ്ങനെയാണ് വരുന്നത്? ഇതിലൊരു താല്പര്യം വരുന്നത് എങ്ങനെയാണ്? ചെറുപ്പം തൊട്ട് ഈ പ്രദേശം ഇങ്ങനെയായിരുന്നു അതോ? ചെറുപ്പം തൊട്ട് ഇങ്ങനെയല്ല. അന്ന് ഞങ്ങൾ നല്ല കൃഷിക്കാരായിരുന്നു. നിലം കൃഷിയും മറ്റ് ചീനിയും വാഴയും എല്ലാം ചെയ്യുന്നൊരു വലിയ നല്ല കൃഷിക്കാരായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇന്നത്തെ കാലത്ത് അതുപോലെ കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെ കയ്യിലെ പൈസ ചിലവായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു വരുമാനം അതിൽ നിന്ന് ഇല്ല, നഷ്ടമാണ്.
അപ്പോൾ ആ 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 1,000-2,000 രൂപയാണ് അതിൽ കിട്ടുന്നത്, ബാക്കിയെല്ലാം കയ്യിൽ നിന്ന് പോവുക. അപ്പോൾ അതുകൊണ്ട് ചിന്തിച്ച് ചെയ്തൊരു കാര്യം തന്നെയാണിത്. നല്ലൊരു ഇത് മതി, വലിയ ലാഭം വൻ ഒരു വരുമാനം ഇല്ലെങ്കിലും സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇറങ്ങി നടക്കുമ്പം മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതി വന്നത്. പിന്നെ ആൾക്കാർ വരും, പലരും സുഹൃത്തുക്കളായിട്ട് കിട്ടുന്നുണ്ട്, അവരൊക്കെ വരുന്നുണ്ട്. ഇത് കാണാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. സ്കൂളുകളിൽ നിന്നെല്ലാം ഇപ്പം ടൂർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ സ്കൂളുകൾ, കോളേജുകൾ അവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊരു മാനസികമായിട്ടൊരു സന്തോഷമാണ്. വരുമാനം മാത്രമല്ല, ഇതിൽ സന്തോഷമുണ്ട്. കൃഷി പ്രധാനമായിട്ട് ചെയ്യുമ്പോൾ ദുഃഖമാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതില്ല. മറ്റത് സമയത്ത് കൊയ്തില്ല, അല്ലെങ്കിൽ വിളവെടുത്തില്ല, അല്ലെങ്കിൽ ജോലിക്കാരെ കിട്ടിയില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങളെ ശല്യമുണ്ട്, പന്നി അതുപോലെയുള്ള എന്നിട്ട് ശല്യങ്ങളുണ്ട്. ഇതാകുമ്പോൾ വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നെയാണ് ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇതുവഴി ഇപ്പോൾ ഇതിൽ 14 ഏക്കറിൻ്റെ ഒരു 10% ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ ഇതിൽ ഈ ചേമ്പും ചേനയൊന്നും അങ്ങനെ അധികം കാണുന്നില്ല. അത് ഏതെങ്കിലും ഭാഗത്ത് നട്ടിട്ടുണ്ടോ? ഇല്ല, കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, പച്ചക്കറി അതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു കച്ചവടത്തിനായിട്ട് മറ്റേ ഞങ്ങൾ തന്നെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് വെളിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ മരങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മരങ്ങൾ വളരെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുവിധമുള്ള മരങ്ങളായിട്ട് വരുന്നതൊന്നും നമ്മൾ വെട്ടി നശിപ്പിക്കാറില്ല, അതിനെ വളർത്തിക്കൊണ്ടുവരും. അപ്പോൾ ഇപ്പം ഒരുപാട് വെറൈറ്റി ജാതി മരങ്ങളുണ്ട്. ഞാനിപ്പോൾ കാട്ടി കണ്ടിട്ടുള്ള ഒരുപാട് മരങ്ങൾ ഉണ്ട്. പാങ്ങൽ, മരുതി, കൊടംപിന്ന ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇതിലുണ്ട്. സമുദ്രക്കായ, കാഞ്ഞിരം എല്ലാ ഇതും ഉണ്ട്. മുള്ളുകളായാലും ചെടികളായാലും തൊടലി ഐറ്റത്തിൽപ്പെട്ട മുള്ളുകളും എല്ലാം അതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ വളർത്തിയിടും. ഈ മരുന്നിൻ്റെ ആവശ്യത്തിനായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് ആവശ്യം വരുമ്പോൾ ഒരുപാട് മരുന്നുകളെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കും, ഇത് അവിടെ ഉണ്ടോ അവിടെ ഉണ്ട്. അപ്പം നമുക്കും ഒരു സന്തോഷമാണ്. നമ്മളെ തിരക്കി ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവർക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. മരുന്നെന്നായിട്ടല്ല, അവർ ചോദിക്കുന്ന ചെടികളെ ഇലകളും വേരുകളും ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പേര് വരുന്നുണ്ട്, ദൂരെ നിന്നൊക്കെ തിരക്കി വരുന്നുണ്ട്. അങ്ങനെ അല്ല, നമ്മൾ ചികിത്സയൊന്നും അല്ല, ഇതിൻ്റെ മരുന്നിൻ്റെ ഇലകൾ അവർ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ നിർത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 25 കൊല്ലം. 25 കൊല്ലമായി അല്ലേ? 25 കൊല്ലം ആവും. അപ്പോൾ ഇതിനകത്ത് തന്നെ പാറക്കെട്ടുണ്ട്, കുളമുണ്ട്, തടാകമുണ്ട്, ചെറിയ തോടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. അടുത്തെല്ലാം പരിസരത്തെല്ലാം ഇതെല്ലാം ഉണ്ട്. അതുപോലെ സാറ് ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നതിൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഒക്കെ പോലെയുള്ള ഒരുപാട് ഈ പക്ഷി തിന്നുന്ന ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷികൾ ഒരുപാട് വരും. ബറാവ എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ റംബുട്ടാനുണ്ട്. ഇതെല്ലാം പക്ഷികൾ വന്ന് കഴിക്കുന്നതാണ്. റംബുട്ടാനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പക്ഷി. അപ്പോൾ വലിയ കച്ചവടം ലക്ഷ്യമൊന്നും അല്ല. പക്ഷിയും എല്ലാം ഇങ്ങനെ പക്ഷികളെല്ലാം വരും. അവിടെ കാണുന്നുണ്ട്. റംബുട്ടാന്റെ അണ്ണാനും അതെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് പാമ്പും കീരിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്, പരന്തും. പക്ഷെ ഇപ്പൊ കാട് വലുതായി കഴിയുമ്പോൾ പാമ്പ് കുറഞ്ഞല്ലേ? അതേക്കും പരന്തിന്റെ ഇത് കൂടുതലായിട്ട് വന്നു ഇവിടെ. പരന്ത് കൂടിയപ്പം, പരന്തും കീരിയും കൂടിയപ്പം പാമ്പ് കുറഞ്ഞു. മറ്റേ ദിവസം അതൊരു ജോലിയായിരുന്നു. മിക്കവാറും പാമ്പിനെ പിടിച്ച് പോകുക, ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പൊ അതിപ്പം സ്വാഭാവികമായിട്ട് അതെ. എല്ലാ ദിവസവും ഇതിൽ കൂടെ നടക്കും. എല്ലാ ദിവസവും ഇതിലൊക്കെ കറങ്ങും. ഇതിൻ്റെയൊക്കെ കാള് പറിച്ച് കഴിക്കും. ഈ പഴങ്ങളെല്ലാം ഇലകളും കാളും ഒക്കെ പറിച്ച് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അസുഖമൊന്നുമില്ല. ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുറേ മരമൊക്കെ ഉണ്ടായിരുന്ന ഇതുപോലൊന്നും ഒക്കില്ല. എന്നാലും ഒരു 10-70 സെൻറ്റ് സ്ഥലത്ത് ഇങ്ങനെ കുറേ മരങ്ങളായിട്ടൊരു സ്ഥലത്താണ് വളർന്നത്. പൊതുവെ അതെല്ലാം 70 ടൗണുകളിലായിരുന്നു. പക്ഷേ ടൗണിൽ 70 സെൻറ്റ് എന്ന് പറയുമ്പോഴേക്കുള്ള ഒരു ഇതുണ്ടല്ലോ, അപൂർവമാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് തിരുവല്ല ഭാഗത്തായിരുന്നു. അവിടെ ഇതുപോലെ തോടിൻ്റെ കരയ്ക്കൊക്കെ ആയിട്ട് അതും 60-70 സെൻറ്റ് സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ടിരുന്ന വലിയ വലിയ മരങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇത്ര വലിയൊരു പുളി കുറേ കാലം കൂടി ഒരു വാളപ്പുളി ഇങ്ങനെ നിൽക്കുന്നത്. പലരും വന്ന് ചോദിക്കും പുളിയെ കൊടുക്കുന്നതാണ്, നമ്മളത് കൊടുക്കൂല. അതുപോലെ തന്നെ കുറേ മരങ്ങൾ പോലെ മുളയുടെ കുറേ അധികം വെറൈറ്റി ഉണ്ട്, ഒരുപാട് വെറൈറ്റി. ഇതിനിടയ്ക്ക് ഒരു പരീക്ഷണം എന്നുള്ള എനിക്ക് സാർ കുറേ ഈ നമ്മുടെ മൊസാണ്ട പോലുള്ള പൂച്ചെടികൾ അതും വയ്ക്കും. എല്ലാം വയ്ക്കും. നമ്മൾ എല്ലാ ഐറ്റവും വയ്ക്കുന്നുണ്ട്. മരം മാത്രമല്ല, ചെടി ഐറ്റങ്ങളും ഇനിയിപ്പോൾ നട്ടോണ്ടിരിക്കുക. ഈ ബൊഗൺവില്ല പോലെയുള്ള ഐറ്റങ്ങൾ അതൊക്കെ പൂത്ത് കിടക്കും. ഓരോ സീസണിൽ ഭയങ്കര രസമാണ്. ഈ കല്യാണം കഴിക്കുന്ന അവരെല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഇവിടെയാണ്. വീഡിയോക്കാരെല്ലാം വരും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും നല്ല ഇത് കിട്ടുന്നുണ്ട്. അപ്പം അതിലൊക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. നേരത്തെ ആണെങ്കിൽ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഈ വളർത്താനുള്ള എല്ലാ മൃഗങ്ങളും ഐറ്റങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് കുറച്ച് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സാർ ഇതിൻ്റെ അങ്ങനെ ഒരു നമ്മുടെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു വരുമാനത്തെക്കുറിച്ച് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതിങ്ങനെ നമുക്കൊരു ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം,
സമാധാനം, പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് കാണാനും പഠിക്കാനുമായിട്ട് വരുന്ന ആളുകൾ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അങ്ങനെ. അതുപോലെ ഏറ്റവും കൂടുതൽ പക്ഷികളെ എവിടെയാണ് കണ്ടത്? ഒരുപാട് പക്ഷികളുണ്ട്. പച്ചപ്രാവ്, കുട്ടത്തിപ്രാവ്, പച്ചപ്രാവ്, പിന്നെ മൈനയുടെ ഒരു മൈന, പിന്നെ നല്ല വെള്ള വാലുള്ള ഒരു തരം കിളിയുണ്ട്. അത് നല്ല രസമാണ്, പറന്ന് പോകുന്നതാണ് ഇങ്ങനെ. അതൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റം കിളികളുണ്ട്. പിന്നെ പരന്ത്, മറ്റ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാ മൃഗങ്ങളും, അല്ല പക്ഷികളും, പിന്നെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, പാമ്പും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അവരുമായിട്ടൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും. ഇത് പക്ഷേ ഇത് നമ്മൾക്ക് ഇതുമായിട്ട് വലിയൊരു തടസ്സമായിട്ട് ഒരിക്കലും ഇത് തോന്നിയിട്ടില്ല. പാമ്പൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് പ്രശ്നമല്ല. പാമ്പുകളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഒരു സർപ്പക്കാവുണ്ട്, സർപ്പക്കാവുണ്ട്, അമ്പലമുണ്ട്, എല്ലാം കൂടെ ഉള്ളതാണ്. പൂക്കുന്ന മരങ്ങൾ തന്നെ ഒരുപാട്, ഒരുപാട് മരങ്ങളുണ്ട്. അപ്പൊ പൊതുവെ ഓരോ സീസണിലും ഒരു നമുക്കിത് ആസ്വദിച്ച് മതിയാകില്ല എന്നുള്ളൊരു പ്രശ്നമാണ് അല്ലേ? ഈ പക്ഷികൾ കൂട് വെക്കുന്നൊക്കെ ഉണ്ടോ? പോലെ ഇവിടെ ഇത് വിരിയുന്നുണ്ടല്ലേ? അണ്ണാനോ പോലെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, അതെല്ലാം ഉണ്ട്. പേരക്കുട്ടികളോ വല്ലതും ഉണ്ടോ? ഉണ്ട്. അവർക്കൊക്കെ അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചുമോനിക്ക് അറിഞ്ഞിപ്പോ ഓടി വന്നേനെ. കൊച്ചുമോനും ഒരു കൊച്ചു മോളും ഉണ്ട് ഇവിടെ. ഒരു മോൾ ഓസ്ട്രേലിയയിലാണ്. ശരി. അവർക്കൊരു മോളും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവിടെ ഉള്ള ആളുകൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോക്കും കൊച്ചുമോക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്ത കാലത്തോടെ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയയിൽ വന്നായിരുന്നു. അപ്പൊ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഇവിടെയൊക്കെ വന്നിരുന്നത് കാണും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സാധാരണ ഇതിൽ ഈ വീട്ടുകാരെല്ലാം പാമ്പ് ഉണ്ട് വെട്ടിത്തെളിക്കണം പറയും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല അല്ലേ? വീട് മൊത്തം കുടുംബം ഇതുമായിട്ടൊരു മാനസികമായിട്ട് യോജിച്ച്, അതെ, ഒരു പരിധിവരെ അവരൊക്കെ യോജിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഇത് നിർത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് സാറിന്റെ തീരുമാനം. ഞാൻ ഇത് എൻ്റെ കാലം കഴിയുന്നവരെ എന്തായാലും ഞാനത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. അതിനൊരു സംശയം. അതായത് സന്തോഷം. കാരണം ഇത് എൻ്റെ ഇതിപ്പം ഇത്രയും ഏക്കർ ഉണ്ടെങ്കിൽ ഇത് എൻ്റെ മക്കൾക്കും ഒക്കെ വിധിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം എൻ്റെ സഹോദരങ്ങൾക്കെ ഉള്ള എൻ്റെ ചേട്ടൻ്റെ അളിയൻ്റെ ഒക്കെ തന്നെ ബാക്കി എല്ലാം അടുത്തുള്ള അല്ലെ ഈ 14 ഏക്കർ. അതെ, അവർക്കും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് തന്നെ എല്ലാം കൂടെ നല്ലൊരു വനം നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇനി ഇത് കുറെ വർദ്ധിപ്പിക്കുക തന്നെ. ഓരോ വർഷവും ഇപ്പോഴും വയ്ക്കുന്നുണ്ട്. കുറേ വൃക്ഷങ്ങൾ വെച്ചു, ഇനിയും വയ്ക്കാനുണ്ട്. ഇന്നിപ്പോ ജോലിക്കാരെ വെച്ചിരുന്നതാണ്. ഇന്നവർ വന്നില്ല. ഈ വൃക്ഷ തൈകൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? തൈകള് നഴ്സറി നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ തൈകൾ. സാറിന്റെ ഇവിടെ ഒരുപാട് റയർ ആയിട്ടുള്ള മരങ്ങൾ ഇപ്പൊ ഞങ്ങൾ കണ്ടു. ഇപ്പം നാങ്ക്, സുന്ദരക്കായ, ഇതിന്റെയൊക്കെ വിത്തുകളെ. അപ്പൊ ഇതൊക്കെ കിളിപ്പിച്ചെടുത്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. അത് അങ്ങനെയും കൂടെ ചെയ്യാവുന്ന ഒരു ഐഡിയ ധാരണ ഉണ്ട്. കാരണം അത് ഒരുപാട് സാധനങ്ങളെ നമുക്ക് കിട്ടാത്ത ഒത്തിരി വേണമെന്നുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അത് ചിലരൊക്കെ വന്ന് ചില തൈകളൊക്കെ ചോദിക്കും കൊണ്ടുപോകുന്നുണ്ട്. വരുന്നവർക്ക് ഇത് കാണുന്നവർക്കൊക്കെ ഇന്നത് വേണം. കുളമാവ് അതൊക്കെ പലരും ചോദിക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വല്ലഭം ഇങ്ങനെയുള്ള എല്ലാ തൈകൾ വേണമെന്നുള്ളവർക്ക് കൊടുക്കും. ഇത് ഒരുപാട് കിളിച്ചു വരും. അതിനെ എടുത്ത് നമ്മൾ നഴ്സറി ആയിട്ട് സിൽവർ ആപ്പിളാണ് നേരത്തെ അവിടെ നമ്മൾ കണ്ടത്. ആ തൈയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അത് കൊടുക്കും. പീനട്ട് ബട്ടർ ഫ്രൂട്ടില് കുറെ അങ്ങനെ തന്നെ കിളുത്താണെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഉണ്ട്, ധാരാളം ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് കാഴ്ച പീനട്ടൊക്കെ ഇഷ്ടം പോലെ പിടിച്ച് പോണ്ട്. തൈ ഇഷ്ടം പോലെ കൊടുക്കും. ആൾക്കാർ വരുമ്പോൾ അവർക്ക് പിടിച്ച് കൊടുക്കും. ബറാവ അത് നല്ല ഇതുപോലെ നല്ല പഴമാണ്. റംബുട്ടാൻ അവിടെ ഒരു മരം നിറയെ കാഴ്ച കിടക്കും. ഒന്നല്ല, ഇവിടെ എല്ലാം ആ സൈഡ് എല്ലാം കൊടംപുളി ഇവിടെ കണ്ടില്ല. കൊടംപുളി ഉണ്ട്, അതുകൊണ്ട് കൊടംപുളി ഉണ്ട്. നമ്മൾ വന്ന വഴിക്കൊക്കെ നിപ്പുണ്ട്. മാങ്കോസിനൊക്കെ കൊടംപുളി ആ താഴത്തെ ആ ചന്ദനം നിൽക്കാന്ന് പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കൊടംപുളി ചന്ദന തൈകളും കണ്ടു. ചന്ദനമുണ്ട്. പിന്നെ അവിടെ തന്നെ കൊടംപുളി വേറെ നിപ്പുണ്ട്. ബഡ് തൈകളുണ്ട്. ഇവിടെ കണ്ടതൊക്കെ സീഡ് ആണ്. ബഡ് തൈകളുണ്ട്. അത് ചെറുതായിട്ട് കുള്ളനായിട്ട് തന്നെ കായ്ക്കുന്നുണ്ട്. നിറയെ കായ്ക്കും. മറ്റേ അധികം അങ്ങനെ ആക്രമിക്കുന്നില്ല. അത് ചെറിയ ഇതായിട്ട് ബഡ് തൈകളാണ് ഇപ്പൊ കുറെ നടുന്നുണ്ട്. പ്ലാന്റ് ചെയ്യുന്ന അതാണ്. അതായത് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇവിടുത്തെ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് മറ്റേ മരങ്ങളുടെ ഇടയിലല്ല. അല്ല, അത് അവർക്ക് സെപ്പറേറ്റ് സ്ഥലം കൊടുക്കുന്നു. ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചെറിയ ഇതായിട്ട് അല്ലാതെ അതിനായിട്ട് തെളിക്കുന്നില്ല. അതെ, ഇല്ല. അതാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത്. അവിടെ ഒരു വലിയ നാരിന്റെ മരം നിന്ന് അത് മാറ്റേണ്ടി വന്നു. കാരണം അതിന്റെ മൂട്ടിൽ ഒത്തിരിയും ഇതുപോലുള്ള ബഡ് തൈകൾ വന്നു. അപ്പം ഇത് രണ്ടും കൂടെ പോവില്ല. നാര് വേറെ ഉണ്ട് മരങ്ങൾ, നാരിന്റെ തൈയും മരവും ഒക്കെ വേറെ നിൽപ്പുണ്ട്. അപ്പൊ ആ ഒരു ഇതിനെ ഒന്ന് മാറ്റി കൊടുത്തു. അപ്പൊ ഇതെല്ലാം അങ്ങ് കായ്ക്കാൻ മാങ്കോസിനൊക്കെ കാച്ചു കിടക്കുന്ന അതിന്റെ മൂട്ടിൽ നിന്നതാണ്. ഇത് വലിയ അങ്ങ് പരന്ന് പിടിച്ച്. അതെ, മരവുരി. അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ എല്ലാം കുഴപ്പമില്ലാതെ വളർന്നു. എന്നാലും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും നിൽക്കത്തക്ക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടിക്കും വളരാനൊരു പ്രതലം വേണം. അന്നതല്ല, ഇതിപ്പോ ഇവിടെ കാഴ്ച മാത്രമല്ല, ഒരു ശബ്ദം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ വരുമ്പോ ജീവിയുടെ ശബ്ദം കേട്ടു. ജീവിയുടെയൊക്കെ ഉണ്ട്. ജീവിയുടെ മൈന കരയുന്ന മരുന്നിടയ്ക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാം ഇതുണ്ട്. അവരുടെ ഒരു സംഗീതം ഇങ്ങനെ കേട്ടോണ്ട് ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. ഇവിടേക്ക് ഇരുന്നാൽ നല്ല തണുപ്പ്. ഇപ്പൊ തന്നെ ഇവിടെ ഉച്ച സമയമാണ്, നല്ല ഒരു തണുപ്പല്ലേ കിട്ടുന്നത്.
നമ്മളിപ്പോൾ 12 മണി സമയത്താണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. 12 മണി എന്നുള്ള ഒരു ഫീൽ ഇവിടെ ഇല്ല, ഉണ്ടാകുകയില്ല. മഴ പെയ്താൽ പോലും ഒരു വലിയ ഇവിടേക്ക് ഇരുന്നാൽ നനയില്ല. മഴ പെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചരിഞ്ഞ് എങ്ങോട്ടെങ്കിലൊക്കെ വെള്ളം അങ്ങ് തുള്ളികൾ പോകും. അപൂർവമായിട്ട് തുള്ളി അകത്ത് വീഴും. ഈ 10,000, 10,000, 25,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് എയർ കണ്ടീഷണർ ഓഫ് ആകുമ്പോൾ പുറത്ത് ചാടിയിരിക്കുന്ന ആളുകൾ സത്യത്തിൽ ഇതൊന്ന് കാണേണ്ട ഒരു മാതൃകയാണ്. അതിന് ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ സാധനം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് യാതൊന്നുമില്ലാതെ ആ പൈസ മുഴുവൻ പ്രകൃതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയെ ഒരു കുടയാക്കി മാറ്റി, ഭൂമിക്കൊരു കുടയുണ്ടാക്കി അതിൻ്റെ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുക എന്നുള്ള ഒരു ആശയം, അത് ശരിക്കും പക്ഷികളും മൃഗങ്ങളും മറ്റ് ജീവികളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് അവർ കഴിക്കുന്നതിൻ്റെ ബാക്കി പഴവും ഇതൊക്കെ നമ്മൾ തന്നെ എടുത്ത് കഴിച്ച് അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു ഭാഗ്യമാണ്. ശരിക്കും ചേട്ടനോട് സ്വല്പം അസൂയുണ്ട്. അത് സത്യമാണ് കേട്ടോ. ഈ പലരും പറയും എന്തെങ്കിലും ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പേരയ്ക്ക് അയ്യോ അത് കടിച്ചു. നമ്മളങ്ങനെയല്ല, നമ്മളത് കഴിക്കും. ആ ഭാഗം അങ്ങാട്ടിട്ട് ബാക്കി നമ്മൾ കഴിക്കും. മാങ്ങ ആയാലും പേരയ്ക്കായാലും മറ്റ് പഴങ്ങളായാലും അതൊരു വിഷയമായിട്ട് നമുക്ക് തോന്നില്ല. ആൾക്കും ഇടയ്ക്ക് ഇതുപോലൊരു പബ്ലിസിറ്റി ഇറങ്ങി വാവൽ കഴിച്ചെല്ലാം എന്തോന്നാ പനി എന്താ പിടിക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പേരകളെല്ലാം വെട്ടിക്കളഞ്ഞു. നമ്മൾ പേര കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സാധനം വന്ന് കടിച്ചാൽ തന്നെ നമ്മൾ ആ പേരയ്ക്ക് കഴിക്കണം. നമ്മളാരും ചാവാറുണ്ടാവുന്നില്ല, ഇതുവരെ ചത്തില്ല. സാറ് കൃഷിയിൽ നിന്ന് ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞല്ലോ. ഏത് പ്രായത്തിലാണ് ഈ കൃഷിയിൽ നിന്ന് ഇതിലേക്ക് തിരിയുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ കൃഷിയിലാണ്. ഏതാണ്ട് 10-20 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് അച്ഛൻ നല്ലൊരു കൃഷിയായിരുന്നു. നല്ലതുപോലെ കൃഷി ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. നമുക്ക് ഒത്തിരിയും നിലങ്ങളും പുരയിടങ്ങളും ഒക്കെ വേറെയും പലയിടത്തും ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 10, 25, 30, 35 ഏക്കർ വരെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായിട്ട്. അച്ഛൻ്റെയൊക്കെ കാലത്ത് മൊത്തത്തിൽ കൃഷി ചെയ്തിരുന്നു. ഈ മേഖലയെല്ലാം നമ്മളെ ബന്ധുക്കൾക്ക് നമുക്കൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അന്ന് നല്ലതുപോലെ കൃഷി അച്ഛൻ ചെയ്യുമായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഇതാണൊരു വലിയ സ്വർഗമെന്നും പറഞ്ഞ് അതിലേക്ക് ഞാൻ തിരിഞ്ഞു. മറ്റു കാര്യങ്ങൾക്കോ ജോലിക്കോ ഒന്നിനും പോകാതെ ഇതിലേക്ക് തന്നെ തിരിഞ്ഞ് അത് സന്തോഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് ഞാനത് ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അതൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. കാരണം ജോലിക്കാരെ കിട്ടാനില്ല, അമിത ശമ്പളവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ലാഭമില്ലാത്ത അവസ്ഥയിലേക്ക് അങ്ങനെ അപ്പോഴേ തന്നെ അത് നിർത്തി. 10-25 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ് തന്നെ അത് നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചു ഇതെന്താണ് ഇതിനൊരു മാർഗം ആലോചിച്ചപ്പോൾ തോന്നിയതാണ് ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക. അത് മതി. എനിക്കുള്ള ഏരിയ, നമുക്കുള്ള ഏരിയകൾ നമ്മളൊന്ന് ബന്ദോബസ്ത് എടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. കൂടുതൽ ഈ പറഞ്ഞ കണക്ക് വെളിയിലോട്ട് അങ്ങനെ ഒരു ഇതില്ല. ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഇങ്ങനെ ജീവിക്കുക, ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് കുഴപ്പമില്ല ചോദിച്ചാൽ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദനം ഉണ്ടാക്കി വെളിയിലേക്ക് വിൽക്കുക. ഇപ്പം അതിന് നിവർത്തിയില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ കൂടെ ആവറേജ് ജീവിച്ചു പോകാനുള്ളത് കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ കുറുപ്പ് ചേട്ടൻ്റെ ഒരു ജൈവ മൃഗശാലയാണ്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ 10-25 അണ്ണാൻ, ഒരു 27-18 തരം പക്ഷികൾ, അതായത് 18 തരം പക്ഷിയാണ് 27 തരം ചിത്രശലഭം, 27 തരം പക്ഷിയാണ് 18 തരം ചിത്രശലഭം. എന്തായാലും ഈ 2 സാധനങ്ങളൊന്നും നിറഞ്ഞിരിക്കുകയാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഈ തരം സാധനങ്ങളെ അവിടെ കാണാം. ഇതെല്ലാം കൂടെ ഒരു വലിയൊരു ആവാസ വ്യവസ്ഥ, കുളമുണ്ട്, തോടുണ്ട്. ഇപ്പോൾ ഒരു ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയൊക്കെ ആണെങ്കിൽ ഇതുവഴി നടന്ന് കാണാനുള്ള സാധനം വരുന്ന സന്ദർശകർക്ക് ഒരിക്കലും മടുക്കില്ല. ഇരിക്കാൻ മനോഹരമായ, മറ്റേ ഉച്ച വെയിലിൽ പൊള്ളുമ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റിയ മരത്തണലുകൾ, ഇതൊക്കെയായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇത് നിലനിർത്തുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാണണം എന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അവിടെ പോയി കാണണം. അപ്പോൾ നമ്മൾ ഈ 10 കോടിയുടെ 5 കോടിയുടെ ഒക്കെ വീടുകൾ വെക്കുന്നതിനെക്കുറിച്ച്, 50,000 സ്ക്വയർ ഫീറ്റ് വീടുകൾ വെക്കുന്നതിനെക്കുറിച്ചൊക്കെ ധാരാളം ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ 14 ഏക്കർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. 4 ലക്ഷം സ്ക്വയർ ഫീറ്റും അല്ല, 5.5-6 ലക്ഷം സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റിൽ അദ്ദേഹം ഒരു കാട് സൃഷ്ടിച്ച് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി അത് കാണണം. അത് എനിക്ക് തോന്നുന്ന ഒരു ജീവിതകാലത്ത് ഒരാൾക്ക് ഇത്ര വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന കാർബൺ സീക്വസ്ട്രേഷൻ നമുക്ക് കണക്കിലാക്കാൻ പോലും പറ്റില്ല. അത്രയധികം പ്രകൃതിക്ക് അദ്ദേഹം തിരിച്ച് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതാണ്. നിങ്ങളത് പോയി കാണുകയും വേണം. കിളിമാനൂർ ടൗണിന് വളരെ അടുത്താണ് ഈ സ്ഥലം.